സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. എപ്പോഴും കേട്ടിട്ടുള്ള, പല പ്രാവശ്യം കേട്ടിട്ടുള്ള വചനമാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ഇന്നത്തെ കിട്ടിയത്, ഒരു ദനാറ വീതം ശമ്പളം കൊടുക്കുന്ന യജമാനെ ഓർക്കുന്നില്ലേ? പെട്ടെന്നറിയാം, എപ്പോൾ താമസിച്ചു വന്നവനും ഒരു ദനാറ കിട്ടി. അപ്പോൾ മുകളിൽ ആദ്യം വന്നവൻ എന്ത് സംഭവിച്ചു? ലേശം വിഷമമുണ്ടായി. കാരണം എനിക്ക് കുറച്ചുകൂടി കൂടുതൽ കിട്ടുമെന്നാണ് ആഗ്രഹിച്ചത്. എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചിട്ടുള്ളതാണ് മക്കളെ. എനിക്കിതിങ്ങനെയൊക്കെയുള്ള, കാരണം വളരെ എന്നെക്കാളും ജൂനിയറായിരിക്കുന്ന ഒത്തിരി പേര്, ജൂനിയർ എന്ന് പറയുമ്പോൾ ഏജ് കൊണ്ടാണ് കേട്ടോ, ആത്മാവിൽ അവരൊക്കെ വളർന്നവരാ. അതെ. അപ്പം അങ്ങനെയുള്ളവർ, ഞാൻ നേരത്തെ ശുശ്രൂഷയിലേക്ക് വന്നു എന്നൊക്കെയുള്ള ഒരു വിചാരം ഉണ്ടായ സമയത്ത് ചിലരൊക്കെ ഉയർന്ന തലങ്ങളിലേക്കൊക്കെ പോകുന്ന കാണുമ്പോൾ ലേശം വിഷമം ഉണ്ടായിട്ടുണ്ട്. ഉള്ളത് പറയാമല്ലോ നിങ്ങളോട്. എന്നാൽ ഒരു ദിവസം ഈശോ എന്നെ ഒരു കാര്യം പഠിപ്പിച്ചു. ഞാൻ ലെസ്റ്ററിലാണ് താമസിക്കുന്നത്. ഇവിടുന്ന് ഏകദേശം കുറേയേറെ ദൂരമാണ്, ഒരു 2.5 മണിക്കൂർ യാത്രയുണ്ട് ലണ്ടനിലേക്ക്. അപ്പം ഞാൻ നേരത്തെ ഈ ബസ്സിൽ കയറി പോവുകയാണ്. നല്ല സീറ്റിലൊക്കെ ഇരുന്ന് നല്ല സുഖമായി അവിടെ യാത്ര ചെയ്തു. ലൂട്ടണിൽ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ലണ്ടനിലേക്ക്. 1.5 മണിക്കൂർ 1 മണിക്കൂർ ഒക്കെ ഇരുന്നാൽ മതിയായിരിക്കും. അപ്പോൾ അതിൽ ഒരാൾ അവിടെ നിന്ന് കയറി. അവിടുന്ന് കയറിയപ്പോൾ അയാൾക്ക് കുറച്ച് നേരെ ഈ വണ്ടിയിൽ ഇരിക്കാൻ പറ്റുള്ളൂ. ഇത് നല്ല മനോഹരമായ വണ്ടിയിൽ ഇതിൻ്റെ സുഖമൊക്കെ കുറച്ച് നേരെ എന്തോ ആയിക്കോട്ടെ. പക്ഷേ ഞങ്ങൾ 2 പേരും ചെന്ന് ഇറങ്ങിയത് എവിടെയാണെന്നറിയാമോ? ലണ്ടനിലാണ്. അതുകൊണ്ട് ആദ്യം വന്നുവെന്നോ അവസാനം വന്നുവെന്നോ ഒന്നും ചിന്തിക്കേണ്ട. നമുക്ക് സ്വർഗരാജ്യത്തിലെത്താമെന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്കാണ് തമ്പുരാൻ നോക്കുന്നത്. നമ്മൾ നേരത്തെ വന്നോന്നോ താമസിച്ചു വന്നോന്നോ ഒന്നും നോക്കിയല്ല. നമ്മുടെ ഉള്ള് എങ്ങനെയാണെന്നുള്ളതാണ് തമ്പുരാൻ്റെ നോട്ടം. എന്തായാലും ലക്ഷ്യസ്ഥാനം എല്ലാവർക്കും ഒരു സ്ഥലമാണ്. ആ ലക്ഷ്യസ്ഥാനത്ത് ഒരാൾ താമസിച്ചു വന്നാലും നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാം. നമുക്കൊരു കൂട്ടായല്ലോ എന്ന് ചിന്തിക്കാവുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെയാണ് നമുക്ക് ഈ സുവിശേഷം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുള്ള കൃപാവരം ലഭിക്കട്ടെ കേട്ടോ. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.